നിന്ന വടകര കൃഷ്ണദാസ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ ശില്പശാല സെല്ലിന്റെ സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ഫൈസൽ മാസ്റ്റർ റിലേറ്റീവ് വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, ഒരു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന മാപ്പിള കലാ അക്കാദമിയുടെ ശില്പശാലയുടെ രണ്ടാം ഘട്ട ബാച്ചിലെ പഠിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ്, അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് പാലക്കാട് ജില്ലയിലെ ഈ മനോഹരമായ ഗ്രാമത്തിലെ ഈ സായം സന്ധ്യയിൽ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കേരള മാപ്പിള കലാ അക്കാദമി 9 വർഷം കഴിയുകയാണ്. കേരളത്തിനകത്തും പുറത്തും മാപ്പിള കലകളുടെ ഉയർത്തെഴുന്നേൽപ്പിനും പുരോഗതിക്കും വേണ്ടി വളരെ സ്തുത്യർഹമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യ കൂട്ടായ്മ, കലയുടെ ഈ പവിത്രമായ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു പതിറ്റാണ്ട് തികയാൻ പോകുന്നു. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, നഗരാന്തരങ്ങളിൽ ഈ പവിത്രമായ ധന്യമായ ഈ കലയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് സുഹൃതത്തിന്റെ നന്മയുടെ ഉണർത്തുപാട്ടുകൾ പാടുകയാണ് കേരള മാപ്പിള കലാ അക്കാദമി. ഇവിടെ ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു സാംസ്കാരിക സന്ധ്യയിൽ വിഷയം അവതരിപ്പിച്ച ഫൈസൽ റിലേറ്റീവ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ അവതരിപ്പിച്ച കലയുടെ ഈ സുഹൃതത്തിന്റെ മനോഹാരിത നിങ്ങളൊക്കെ അനുഭവിച്ചുക. എന്റെ കുറച്ചു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവിടെ വെട്ടിനുറുക്കി കശാപ്പ് ചെയ്യപ്പെട്ടപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് 14 സഹോദരിമാരുടെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ 14 സഹോദരിമാരാണ് മാറാടിന്റെ മണ്ണിൽ വിധവകളായത്. നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളാണ് മാറാടിന്റെ മണ്ണിൽ അനാഥമായത്. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ പിടഞ്ഞു മരിച്ച ചെറുപ്പക്കാരുടെ എണ്ണം കണ്ണൂരിന്റെ മണ്ണിൽ ഒട്ടനവധിയാണ്. തിരുവോണം ആഘോഷിക്കുമ്പോ, വിഷുവിന്റെ സുന്ദര നാളുകളിൽ മക്കളുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അച്ഛന്മാരെ അമ്മമാരുടെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് പിടിച്ചു കൊണ്ടുവന്ന് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ വെട്ടിനുറുക്കി കശാപ്പ് ചെയ്യുന്ന സംസ്കാരം അത് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കാണാറുണ്ട്. പകലന്തിയോളം അധ്വാനിച്ച് അച്ഛന്, അമ്മക്ക്, പിഞ്ചോമന മക്കൾക്ക്, കുടുംബത്തിന് അരിയും മല്ലിയും മുളകും വാങ്ങി വീട്ടിലേക്ക് വരുന്ന ചെറുപ്പക്കാരൻ, ഒരു പക്ഷെ അവന്റെ കൈകളിൽ പ്രിയപ്പെട്ട അമ്മക്ക്, പ്രിയപ്പെട്ട അച്ഛന്, അവർക്ക് രോഗത്തിന് ആവശ്യമായ മരുന്നുണ്ടാകും. രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ വൈരം തലയിൽ കയറിയപ്പോ പെരുവഴിയിലിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുന്ന സംസ്കാരം കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കാണാറുണ്ട്. അച്ഛനെ കൊല്ലരുതെന്ന് തട്ടഹസിച്ച് പൊട്ടിക്കരയുന്ന മക്കൾക്ക് മുമ്പിൽ വെച്ച്, ഭാര്യയുടെ മുമ്പിൽ വെച്ച്, അച്ഛന്റെ, അമ്മയുടെ, ബാപ്പയുടെ, ഉമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുടുംബത്തിന്റെ കുടുംബനാരദനെ വെട്ടി നുറുക്കി കശാപ്പ് ചെയ്യുന്ന സംസ്കാരം അത് നമുക്ക് വേണ്ട എന്നാണ് മാപ്പിള കലാ അക്കാദമി പറയുന്നത്. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരല്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. നിസ്കാരത്തഴമ്പിന്റെ നന്മ ഏറും നാട്ടില്, നൈർമല്യമേകും ചന്ദനപ്പൊട്ടിന്റെ കൂട്ടില്. നിസ്കാരത്തഴമ്പിന്റെ
നന്മ ഏറും നാട്ടില് നൈർമല്യമേകും ചന്ദന പോട്ടിന്റെ കൂട്ടില് നല്ലോണമൊത്ത് ജീവിതം നയിച്ചിരുന്നവർ നന്മകൾ പങ്കുവെച്ച് ഒരുമ കൈവരിച്ചവർ എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.